2x പിന്നെ ഒരു XY. അപ്പൊ അങ്ങനെ ഒരു കോമ്പിനേഷൻ വരും. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഇതിൽ വരുമ്പോൾ ജനറ്റിക്കലി ക്യാരക്ടറെ അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരും. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഒരു സംഭവമാണ് ഞാൻ ഈ ഒരു പറയുന്നതിനകത്ത് ഈ കർമ്മ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ശുക്രകർമ്മ, അല്ലെങ്കിൽ ഈ ചന്ദ്രകർമ്മ, സൂര്യകർമ്മ, ചൊവ്വകർമ്മ. അപ്പൊ ഈ കർമ്മം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ജനറ്റിക്കലി ഈ കർമ്മമാര് പോലും ട്രാൻസ്ഫർ ചെയ്ത് വരുമെന്നുള്ള. അപ്പം ഇത് DNA അസ്ട്രോളജി എന്ന് അതിന്റെ പേര്. അപ്പൊ അത് ഉൾപ്പെടെ ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. കാരണം ഈ ഒരു DNA അസ്ട്രോളജിയുടെ എന്ന് പറഞ്ഞാൽ അതൊന്നും അവർക്ക് ഡീപ്പായിട്ട് പ്രഡിക്ഷനോ കാര്യങ്ങളോ ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് ഇങ്ങനെയുള്ള ഈ കർമ്മം മാത്രം വെച്ച് പറയുന്നതല്ല അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ, അത് മനസ്സിലാക്കുക. അപ്പം അതിനുപരിയായിട്ട് നമ്മളിത് മനസ്സിലാക്കേണ്ട ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റിയാണ് ഞാൻ ഓരോന്നും പറഞ്ഞേക്കുന്നത്. അതുകൂടാതെ അവർ ജനിക്കുന്ന സമയവും അങ്ങനെയുള്ള കാര്യങ്ങളും അത് വെച്ചിട്ടുള്ളതും അവരുടെ ബർത്ത് ഓരോ പ്ലാനറ്ററി പൊസിഷന്. അപ്പൊ അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നിങ്ങളുടെ വിശദമായിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ നാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്.